അത്തം തുടങ്ങിയപ്പോൾ തന്നെ നമ്മളിതാ ഓണം വരുന്നേന്ന് പറഞ്ഞിട്ട് ഓണം എന്താ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. എത്ര പെട്ടെന്നാണല്ലേ ഈ ഒരാഴ്ചയൊക്കെ പോകുന്നത്. കറക്റ്റ് ഇതാ കഴിഞ്ഞ ആഴ്ച നമ്മളിങ്ങനെ ആലോചിക്കുകയാണെന്ന് വെച്ചാൽ ഇന്ന് തിരുവോണ ദിവസമാണ്, മേമയും പിള്ളേരും വിരുന്നുകാരൊക്കെ വരുന്ന ദിവസമാണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ മേമയും പിള്ളേരൊക്കെ പോകുന്ന ദിവസം കൂടിയാണ്. അവർ പോകുന്നതിന് മുന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് സൺഡേ ആയ കാരണം നമ്മൾ അമ്പലത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എല്ലാത്തിനും മുന്നേ എന്നത്തെയും പോലെ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനതാ ഞങ്ങൾ ഓണത്തിന് എടുത്തു കൊടുത്ത ഷർട്ടാണ് കേട്ടോ. എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴും നമുക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ഏതാ ഇടണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആവട്ടോ എപ്പോഴും. ആ അവസ്ഥയാണ് ഇപ്പോൾ കുഞ്ഞാറ്റയുടെ. എന്താ പറയുക, അലമാറ നിറച്ചും ഡ്രസ്സുകളാണ് കേട്ടോ. ബർത്ത്ഡേയുടെ ഡ്രസ്സും പിന്നെ ഓണത്തിനിപ്പോൾ എടുത്ത ഡ്രസ്സുകളും എല്ലാം കൂടിയിട്ട് ഒത്തിരി ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അത് അവളുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ കുഞ്ഞാറ്റ ഇട്ടിരിക്കുന്നത്. എൻ്റെ അമ്മയും അച്ഛനും ഇന്ന് മഞ്ഞ ഡ്രസ്സിലാണ് കേട്ടോ തിളങ്ങി നിൽക്കുന്നത്. എന്താ പറയുക, ഇട്ട് വന്നപ്പോൾ രണ്ടുപേരും ഒരേപോലെ ആയി എന്ന് മാത്രം. പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ കൈ ഞാൻ വെട്ടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എപ്പോഴെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒന്നും വെട്ടിക്കൊടുക്കാത്തത്. പൊതുവെ ഇങ്ങനത്തെ ഫുൾ കൈയുള്ള ഡ്രസ്സ് ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കൈ വെട്ടി ഷേപ്പാക്കാതെ ഇരിക്കുന്നത്. എനിക്കിപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇട്ടിട്ട് ഒരു തവണയെങ്കിലും ഇട്ടിട്ട് മതിയല്ലോ, പിന്നെ വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോണത്. ഇവിടെ വീട്ടിൽ അനിയൻ്റെ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഒരു വണ്ടി വിളിക്കുകയാണെന്ന് വെച്ചാൽ 2 വണ്ടിയിലേക്കുള്ള ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മടിയിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അടുത്തുള്ള ശനിയാഴ്ച കോവിലേക്കാണ് കേട്ടോ. അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. പൊതുവെ ഞങ്ങൾ പണ്ടൊക്കെ ശനിയാഴ്ചകളിൽ എല്ലാ മാസത്തിലും ശനിയാഴ്ചകൾ ഇങ്ങനെ വൈകുന്നേരം തൊഴാൻ പോകാറുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് പോയിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോയത്. അവിടെ പോയിട്ട് നമുക്ക് നേരവണ്ണം തൊഴാനൊന്നല്ല പറ്റിയിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, കുഞ്ഞാച്ചയുടെ പിന്നാലെ ഓടാൻ തന്നെയായിരുന്നു കേട്ടോ സമയം ഉണ്ടായിരുന്നത്. മേമയും പിള്ളേരൊക്കെ പോവുക എന്ന് പറയുമ്പോൾ ഇവിടെ സനിക്കുട്ടിക്കും കുഞ്ഞാറ്റിക്കൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്താ പറയുക, അവരിപ്പോൾ ഒരാഴ്ചയോളം വന്ന് നിന്നിട്ട് അവരുടെ കൂടെ കളിയും ചിരിയൊക്കെ ആയിട്ട് പെട്ടെന്ന് അവരങ്ങനെ പോകുമ്പോൾ ഇവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞാറ്റിക്ക് സനിയാവുമ്പോൾ നാളെ സ്കൂൾ തുറക്കും, സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ കുഞ്ഞാറ്റിക്ക് ആവട്ടെ ഭയങ്കര ഒരു വിഷമം പോലെ. തൊട്ടെടുക്ക് ഉണ്ണി, ഇതാ അങ്ങോട്ട് വാ. പിന്നെ അതാ അവിടുത്തെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നമ്മൾ എള്ളുതിരി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എള്ളുതിരി കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളോ അതുപോലെ വയ്യായ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറി കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ 9 വിഗ്രഹങ്ങളല്ല ഗ്രഹങ്ങൾ, അതായത് ബുധൻ, ശനി, വ്യാഴം, അങ്ങനെ ഒരുപാട് ഗ്രഹങ്ങളില്ലേ. അപ്പോൾ അവർ ഫുള്ള് ചുറ്റിയിട്ട് 9 തവണ ചുറ്റിയിട്ടാണ് അവിടെ പ്രദക്ഷിണം ചെയ്യാറുള്ളത്. പിന്നെ അതാ വരുന്ന വഴിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടികൾ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് പോകുന്നതാണ്. നമുക്കറിയാവുന്ന ചേച്ചിരത്തിക്കാണ് കേട്ടോ കുഞ്ഞാറ്റ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് വലിയ പരിചയം ഇല്ലാത്തത് കൊണ്ടാണെന്നറിയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അവിടുത്തെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അടുത്തത് ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ആ അമ്പലത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര രസമാണ്. അവിടെ 4 പാടും ആകെ പുല്ലൊക്കെ നിറഞ്ഞ് നല്ല പച്ചപ്പ് നിറഞ്ഞൊരു അതിനിടയിലുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ഈ ചുടുവാലത്തൂർ ശിവക്ഷേത്രം. ഏതുണ്ണി? ഇതേ കണ്ടില്ലേ, നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് കേട്ടോ. ഒരുപാട് അവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും നമുക്ക് ഒരുപാട് നടന്ന് എന്താ പറയുക, അവിടുത്തെ ആ ഒരു പ്രകൃതി തന്നെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഈ അമ്പലം ഉള്ളത്. കുഞ്ഞാറ്റ നോക്കിയിട്ട്
അമ്മ പിച്ചനാ വേണ്ടേ വേണ്ടേ വീട് ചെയ്യട്ടോ വേ ഞാൻ പിടിക്കാം ആ നടന്നോ ഇതേ കണ്ടില്ലേ അമ്പലത്തിൽ ചെന്നിട്ടായിരുന്നു കേട്ടോ ഇവരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാ ഇന്നലെ തലേ ദിവസം ഇവർ ഫുള്ള് ഡാൻസ് 3 പേരും കൂടി കളിക്കുകയായിരുന്നു. അതാണ് കേട്ടോ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. പായസം ആർക്കും തരും പായസം തരുന്നില്ല അമ്മ പായസം തരുമോ ഇല്ലേ ഞങ്ങള് പോവാ അമ്മോ പിന്നീട് അങ്ങോട്ടുള്ള യുദ്ധം നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. പായസം എന്താ പറയുക ഒരു കവറിൽ അത്യാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റയ്ക്കും കൊടുത്തു. പിന്നെ അത് അവൾക്ക് പോരാണ്ട് പിന്നെയും പായസം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഫുള്ള് ഉരുണ്ട് കരയിലായിരുന്നു. അപ്പോൾ പിന്നീട് അവിടെ തിരുമേനി കുറച്ചും കൂടി പായസം കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ആർക്കും തരാണ്ട് കവറിൽ ഇങ്ങനെ പിടിച്ച് നടക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ അടിപൊളി പായസമൊക്കെ കഴിച്ചു. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാകത്തിന് മധുരം അടിപൊളിയായെന്ന് തന്നെ പറയാം. പിന്നെ ഇതാ വരുന്ന വഴിക്ക് നമ്മൾ മസാല ദോശ പിന്നെന്താ ഉഴുന്ന് വട ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഇന്ന് സൺഡേ മേമയൊക്കെ പോകുന്ന ദിവസമാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ സ്കൂൾ തുറക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്ക് ഏകദേശം ഒരു 11 മണിയോടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക വെക്കാനുള്ള മടി എന്ന് തന്നെ പറയാം. നമ്മൾ കുറച്ച് ബിരിയാണി വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. നമ്മുടെ ഹരീഷ് ഏട്ടൻ്റെ ചെറുതുരുത്തിയുള്ള KM ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വീട്ടിലുള്ളവർ ഉൾപ്പെടെ ഒരു 15 പേർക്കുള്ള റൈസൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് ഒരു 10-20 ആൾക്കാർക്ക് കഴിക്കാൻ പാകത്തിലുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി തന്നയച്ചത്. ബിരിയാണി കൊണ്ടുവന്നപ്പോഴേക്കും നമ്മുടെ സനുവിനെയും കുഞ്ഞാറ്റയ്ക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഏട്ടൻ്റെ അച്ഛനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ അടുത്തിട്ട് നമ്മളിതാ പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്നത്തെ സൺഡേ അടിപൊളിയായി. വയറൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരു ഫീലായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. എന്താ പറയുക എന്ത് പായസം പരിപ്പ് പായസം അടിപൊളിയായിരുന്നു. അങ്ങനെ പായസമൊക്കെ കുടിച്ചിരിക്കുമ്പോൾ എനിക്ക് വിഷമം എന്താണെന്ന് ചോദിച്ചാൽ നാളെ സ്കൂൾ തുറക്കില്ല. നമ്മുടെ സനുവിന് പോലും ഇത്ര വിഷമം ഉണ്ടാവില്ല. എനിക്കാണ് കേട്ടോ ഇനി നാളെ നേരത്തെ നീക്കണം ചേലക്കരയ്ക്ക് പോകണം നമ്മുടെ സനുവിനെ റെഡിയാക്കി വിടണം. എന്താ പറയുക മക്കളെക്കാട്ടും കൂടുതൽ ടെൻഷൻ അമ്മമാർക്കാന്ന് തന്നെ പറയാം. ഞാനാണെങ്കിൽ നാളത്തെ കാര്യം ഇനി എന്താവും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുഞ്ഞാറ്റയ്ക്കാവും കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത്രയും ദിവസം മേമയും പിള്ളേരൊക്കെ ആയിട്ട് കളിയും ചിരിയും അവരുടെ കൂടെ കളിച്ചിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സമയം പോണതും ഓരോ ദിവസം കടന്നു പോണതും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആരെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ സനിക്കുട്ടി കാണിച്ച് സ്കൂളിലേക്ക് പോകും വേറെ ആരുമില്ല. ഞാൻ ചേലക്കരയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞാറ്റ ഒറ്റയ്ക്കാവും. ഇതെന്തായാലും 2 ദിവസം മാത്രമേ ഈ ഒരു വിഷമം ഉണ്ടാവുള്ളൂ. പിന്നെ എന്തായാലും പിന്നെ പണ്ടത്തെ പോലെ തന്നെയാവും. അപ്പോൾ എന്തായാലും നാളെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഇനി സനുവിന് ഇനി എങ്ങനെ മടിയാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ. ബൈ.